ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിന്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന ടീമുകളാണ്. ഇനിയിപ്പോൾ പ്ലേ ഓഫ് കണ്ടൻഷന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ നോക്കിയാലും രണ്ട് എക്സ്ട്രീംസിലുള്ള ടീമുകളാണ് പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും. പഞ്ചാബ് കിങ്സിനാണെങ്കിൽ ഒരു ടോപ്പ് 2 ഫിനിഷിന് സാധ്യതയുണ്ട്. രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ ഒഫീഷ്യലി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സിന് ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ടോപ്പ് 2 ഫിനിഷിന് വേണ്ടിയാണ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലെ വിജയം അവരെ അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുപ്പിക്കും. അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു അവസാന സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുക. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പുക എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 11 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായിട്ട് പഞ്ചാബ് കിങ്സ് 3-ാം സ്ഥാനത്താണ്. അവർക്ക് മാക്സിമം 21 പോയിന്റ് വരെ എത്താൻ സാധിക്കും. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് സേഫ് ആയി എന്ന് തന്നെ പറയാം. അതായത് പ്ലേ ഓഫ് വെച്ചിട്ട്, ടോപ്പ് 2 സ്പോട്ട് വെച്ചിട്ടല്ല, പ്ലേ ഓഫ് വെച്ചിട്ട് ഓൾമോസ്റ്റ് സേഫ് ആയി എന്ന് പറയാം. എന്നാലും ക്വാളിഫിക്കേഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള 1-2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് രക്ഷപ്പെട്ടു പോകാനും മതി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മത്സരത്തിന് ശേഷം നമ്മുടെ പഞ്ചാബ് കിങ്സ് കളിക്കേണ്ടത് പ്ലേ ഓഫ് കണ്ടൻഷനിലുള്ള 2 ടീമുകളുമായിട്ടാണ്. ഒന്ന് ഡൽഹി ക്യാപിറ്റൽസും 2 മുംബൈ ഇന്ത്യൻസും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലെ വിജയം അവർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടാവും. അവരുടെ ഒരു പോയിന്റ് ടേബിളിൽ ഒരുവിധം അവരെ സേഫ് ആക്കാനും ഈ ഒരു വിജയത്തിന് കഴിയും. ഇനി നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അവസാനം നിൽക്കുന്ന CSKയ്ക്കും ഇവർക്കും ഒരേ പോയിന്റ് ആണ്. അപ്പോൾ അവസാന സ്ഥാനത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി 2 മത്സരം ജയിച്ചിട്ട് സീസൺ ഒരു ഹൈയിൽ എൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് പറ്റുന്ന കോമ്പിനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്കുള്ളൂ. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലൈവിലും സൂചിപ്പിച്ചതാണ്, നമ്മുടെ RCB KKR പ്രിവ്യൂ ചെയ്തപ്പോഴും സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു പോസിന് ശേഷം, അതായത് IPL സസ്പെൻഡ് ചെയ്തതിനു ശേഷം കുറേയേറെ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതായത് ചില വിദേശ താരങ്ങൾ തിരികെ പോയി, അതിൽ ചിലർ തിരിച്ചു വന്നു, ചിലർ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു, ചിലരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിലൊരു ജഗപുക, ഒരു പുകമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു ക്ലാരിറ്റി ഇനി നമുക്ക് വരാനുണ്ട്. അപ്പോൾ അത് ഈ 2 ടീമുകളെയും തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പ്ലേയേഴ്സ്, അതായത് മാർക്കസ് സ്റ്റോയിനിസും അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലിസും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം വരില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ആ കാര്യത്തിൽ നമുക്ക് ഇതേവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. നമുക്കറിയാം പഞ്ചാബ് കിങ്സിന്റെ കോച്ച് എന്ന് പറയുന്നത് ഓസീസ് ലെജൻഡായ റിക്കി പോണ്ടിങ് ആണ്. അപ്പോൾ റിക്കി പോണ്ടിങ് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ അവർ 2 താരങ്ങൾ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടീം കോമ്പിനേഷനിലും ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു ലൈവിൽ സൂചിപ്പിച്ച ഒരു പ്ലെയർ ആണ് മിച്ച് ഓവൻ എന്ന് പറയുന്നത്. അപ്പോൾ മിച്ച് ഓവൻ ഹൊബാർട്ട് ഹൂറിക്കെയിൻസിന് വേണ്ടിയിട്ട് BBL ഫൈനലിൽ സെഞ്ചുറി അടിച്ച പ്ലെയർ ആണ്. നല്ലൊരു എക്സൈറ്റിംഗ് ടാലന്റ് ആണ്. ഇപ്പോൾ ആ ഒരു ടൂർണമെന്റിൽ മിച്ചൽ ഓവൻ ഓപ്പണിംഗ് സ്പോട്ടിലാണ് കളിച്ചത്. പക്ഷേ നമ്മൾ ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ ഇവരുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ സീസണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പണിംഗ് പേസ് ആണ്. റൺസിന്റെ കാര്യം എടുത്താൽ സെക്കൻഡ് പ്ലേസ് ആണ് നമ്മുടെ പ്രിയാൻഷാരിയും പ്രസിമ്രാൻ സിംഗും. ഇവരെക്കാട്ടിൽ കൂടുതൽ റൺസ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ ഉള്ളത് ശുഭ്മാൻ ഗില്ലിനും സായ് സുദർശനും മാത്രമാണ്. പക്ഷേ നമ്മൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയാണ് ബെറ്റർ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് പെയറാണ് അവരുടേത്. അപ്പോൾ അതിനിടയിലേക്ക് മിച്ചൽ ഓവനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അത് ബ്രേക്ക് ചെയ്യാൻ ഒരു ചാൻസും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മിച്ചോവൻ മിക്കവാറും മിഡിൽ ഓർഡറിലായിരിക്കും ഡെബ്യൂ ചെയ്യുക. IPL ആദ്യത്തെ മത്സരം മിച്ചോവൻ കളിക്കുക എവിടെയായിരിക്കും? മിഡിൽ ഓർഡറിലായിരിക്കും. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഒരു ടോപ്പ് ഓർഡർ തന്നെയാണ് ഇവരുടെ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം നല്ല തുടക്കം നൽകാൻ പ്രിയാൻഷാരിക്കായാലും പ്രസിമ്രാൻ സിംഗിനായാലും കഴിഞ്ഞു. അതുപോലെ തന്നെ ശ്രേയസ് അയ്യരും നല്ല ഫോമിലാണ്. സ്കോറിംഗിൽ ഇടയ്ക്ക് ഒരു ഡിപ്പ് വന്നെങ്കിലും, ഒരു ഡിഫറൻറ്റ് ഫോം വന്നെങ്കിലും ശ്രേയസ് അയ്യർ വീണ്ടും ആ ഒരു പഴയ ടച്ച് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയൊക്കെ ഒരു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആണ് ഡെലിവർ ചെയ്തത്. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മിച്ചൽ ഓവൻ ഞാൻ പറഞ്ഞ പോലെ ഡെബ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നെഹാൽ വധേര നല്ലൊരു ഫൈൻഡ് ആണ്, ഒരു അണ്ടർറേറ്റഡ് പ്ലെയർ ആണ്. അതുപോലെ കഴിഞ്ഞ മത്സരങ്ങളിൽ ശശാങ്ക് സിംഗും ആ ഒരു ഫോമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ മാർക്കോ യാൻസൺ അർഷദീപിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. യൂസവേന്ദ്ര ചഹലും ഫോമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബോളിംഗ് അത്യാവശ്യം സോൾഡ് തന്നെയാണ്. പിന്നെ ലോക്കി ഫെർഗൂസിന് പരിക്കേറ്റ് പുറത്തു പോയതിനു ശേഷം നമ്മുടെ കൈൽ ജെയിംസൺ ഇവരിപ്പം റീസെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൈൽ ജെയിംസൺ ഡെബ്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷും സ്റ്റോയിനിസും വന്നിട്ടില്ല. അപ്പോൾ 2 സ്ലോട്ട് അവൈലബിൾ ആണ്. അതിലൊന്ന് ഓഫ് കോഴ്സ് മിച്ചൽ ഓവൻ എടുക്കും. അതുപോലെ തന്നെ അടുത്തൊരു സ്ലോട്ട് ഓപ്പൺ ആണ്. അവർക്ക് വേണമെങ്കിൽ കൈൽ ജെയിംസിനെ ഡെബ്യൂ ചെയ്യിക്കാം. വൈറ്റ് ബോളിൽ എനിക്ക് അത്രയധികം പ്രതീക്ഷയുള്ള പ്ലെയർ അല്ലെങ്കിൽ പോലും കൈൽ ജെയിംസൺ ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് സൃഷ്ടിച്ചേക്കാം. അപ്പോൾ കൈൽ ജെയിംസൺ ഡെബ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പഞ്ചാബ് കിങ്സിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച ബോളറായ ആർച്ചർ തിരികെ വരില്ല, തിരികെ ടീമിൽ ജോയിൻ ചെയ്യില്ല. അപ്പോൾ അത് അവരുടെ ബോളിങ്ങിന് ഒരു അടിയാണ്. പിന്നീട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്ലേ ഓഫ് കണ്ടൻഷനിൽ നിന്ന് പുറത്തായ ടീമാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത താരത്തെ തിരികെ വിളിക്കേണ്ട കാര്യവും ഇവർക്കില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ബോളിങ്ങിന് ഒരു അടി വന്നിട്ടുണ്ട്. പിന്നെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുള്ളി ഫിറ്റ് ആയി കഴിഞ്ഞു, ഫിറ്റ്നസ് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സഞ്ജു ടീമിലേക്ക് തിരികെ എത്തും.
പിന്നെ സഞ്ജുവിന്റെ ആബ്സെൻസിൽ കളിച്ചത് വൈഭവ് സൂര്യവംശിയാണ്. ഒരു ഇന്നിംഗ്സിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എടുത്തു, ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ഫെയിൽ ആവുകയാണ് ചെയ്തത്. എങ്കിലും വൈഭവ് ആ ഒരു സ്ഥാനം നിലനിർത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത്, ആ ഒരു മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് ക്ലിക്ക് ആയിട്ടില്ല. അപ്പോൾ വൈഭവ് ആ സ്ഥാനം നിലനിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ 1 ഡൗൺ ആയിരിക്കും വരിക, റിയാൻ പരാഗ് 4-ാം നമ്പറിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ബാറ്റിംഗ് ചേഞ്ച് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ബോളിംഗ് ആണ് കുറച്ചുകൂടെ പ്രശ്നം. ഇപ്പം ബാറ്റിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയാൻ പരാഗ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ചൊരു സ്കോർ നേടി, 95 റൺസ് നേടി, വിജയത്തിൽ എത്തിക്കുമെന്ന് തോന്നിച്ചു, പക്ഷെ പുറത്തായി. പിന്നീട് ജുറലിന്റെ ഹെഡ്മേറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി പലവട്ടം ഡിസ്കസ് ചെയ്തതാണ് അവരുടെ ആ ഒരു ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു ചേസ് ബോർഡിൽ ചെയ്ത കാര്യം. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആർച്ചർ പോയി, പകരം ഇനി അവർക്ക് വേണമെങ്കിൽ ക്വേന മഫാക്കയ്ക്ക് ഒരു ഡെബ്യൂ കൊടുത്തു നോക്കാം, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ആർച്ചർ ഇല്ല, ഇനി പ്ലേ ഓഫും ഇല്ല, അപ്പം അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ ഒരുപക്ഷെ ടീമിലേക്ക് തിരികെ എത്തിയേക്കാം. അപ്പോൾ അവരുടെ ബോളിങ്ങിന് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർച്ചർ അല്ലാതെ സന്ദീപ് ശർമ്മ പരിക്കേറ്റ് പുറത്തായി. സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കിയാൽ ഫോമിൽ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഹസനഗെ ആയാലും തീക്ഷ്ണ ആയാലും ഒരു ഇൻഡിഫറൻറ്റ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആകാശ് മദ്വാൾ വന്നു. ആകാശ് മദ്വാൾ ആദ്യത്തെ മത്സരത്തിൽ വലിയ കുഴപ്പമില്ലാതെ പന്തെറിഞ്ഞു, എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ എക്സ്പെൻസീവായി. അങ്ങനെ അവർക്ക് ബോളിങ്ങിൽ സത്യം പറഞ്ഞാൽ ബാറ്റിങ്ങിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഒരു സീസൺ മൊത്തം നോക്കിക്കഴിഞ്ഞാലും ആദ്യം ടോപ്പ് ഓർഡർ റൺസ് കണ്ടെത്തുന്നുണ്ട്, മിഡിൽ ഓർഡർ ആണ് ഇവരുടെ ചേസസും എല്ലാം ബോട്ടിൽ ചെയ്യുന്നത്. അതുപോലെ ബോളിങ്ങിലും ആർച്ചറിന് പിന്തുണ നൽകാനായിട്ടൊരു ബോളർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആർച്ചറും ഇല്ലാത്തതോടെ അവരുടെ ബോളിങ്ങിന്റെ പ്രശ്നം ഏറെക്കുറെ ഇരട്ടിയായി. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ മത്സരം വിജയിച്ച് 17 പോയിന്റിലേക്ക് പോകാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ രാജസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ആ ഒരു ഫ്രീ മൈൻഡോടെ കളിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സഞ്ജുവിൽ നിന്ന് ഈ ഒരു സീസണിൽ വലിയൊരു സ്കോർ വന്നിട്ടില്ല. അപ്പോൾ അതുപോലൊരു സ്കോർ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ മത്സരത്തിൽ വരട്ടെ. കാരണം ഒരു ഇന്ത്യൻ T20 ടീമിന്റെ ഒരു സെറ്റപ്പ് സംബന്ധിച്ചും സഞ്ജുവിന് ഇനിയുള്ള 2 മത്സരങ്ങൾ ചിലപ്പോൾ നിർണായകമായേക്കാം. അപ്പോൾ സഞ്ജുവിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഫോം വൈസ് കാര്യങ്ങൾ. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്പൂരിലാണ് മത്സരം. ഇതൊരു ആഫ്റ്റർനൂൺ ഗെയിമാണ്. അപ്പോൾ അറിയാലോ, ജയ്പൂർ രാജസ്ഥാനിലാണ്. ഒരു ടെമ്പറേച്ചർ ഒരു 42 ഡിഗ്രി വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂ ഒരു ഫാക്ടർ ആവില്ല. ആഫ്റ്റർനൂൺ ഗെയിം ആയതുകൊണ്ട് തന്നെ ഡ്യൂ ഒരു വലിയ ഫാക്ടർ ആവില്ല. പിന്നീട് ഇവിടുത്തെ ഗ്രൗണ്ട് സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെരി ഹൈ സ്കോറിംഗ് ഗെയിം പോകാൻ ചാൻസ് ഇല്ല. ഒരു 180-190 ഒക്കെ പാർ സ്കോർ വരുന്ന മത്സരങ്ങളാണ് ഇവിടെ കൂടുതലും സംഭവിക്കാറ്. ഇനി റെയർ ആയിട്ട് 200+ ടോട്ടൽ വന്നിട്ടുണ്ട്, എന്നാലും ഒരു 180-190 ഒരു പാർ സ്കോർ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണ് പിച്ച് കണ്ടീഷൻസ് പറയുന്നത്. പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മുടെ RCB KKR പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞു, ഈ ഒരു റീസ്റ്റാർട്ടിന് ശേഷം കുറേയേറെ കൺഫ്യൂഷൻസ് നിൽക്കുന്നതിനാൽ നമുക്ക് അതങ്ങോട്ട് പ്രോപ്പറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും പഞ്ചാബിന്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ മിച്ചോവൻ ഡെബ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈൽ ജെയിംസിന് അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ ഇന്ത്യൻ ആ ഒരു കോറിൽ വലിയ വ്യത്യാസം, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിൽ വലിയ വ്യത്യാസം കാണില്ല. വരുന്നെങ്കിൽ ചേഞ്ച് വരുമ്പോൾ അത് ഉണ്ടാവുന്നത് ഒരു ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിലായിരിക്കും. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തും. ആ ഒരു ബാറ്റിംഗ് പൊസിഷൻ മാത്രമാണ് ഒരു ചെറിയ ഡൗട്ട് ആയിട്ടുള്ളത്. പിന്നീട് ആർച്ചർ ഇല്ല. അപ്പോൾ ആർച്ചറിന് പകരം വേണമെങ്കിൽ അവർ ക്വന മഫാക്കയ്ക്ക് ഒരു ചാൻസ് കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ തുഷാർ ദേശ്പാണ്ഡെ തിരികെ ടീമിൽ എത്തിയേക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂൾ എന്ന് പറയുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ. ഇതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സഞ്ജുവിൽ നിന്ന് എല്ലാ സീസണിലും കാണുന്ന പോലെയുള്ള ഒരു മാച്ച് വിന്നിംഗ് നോക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓഫ് കോഴ്സ് നല്ല ടച്ചിൽ 1-2 മത്സരങ്ങൾ കളിച്ചു എന്നല്ലാതെ ആ ഒരു സഞ്ജുവിന്റെ ഒരു പൊട്ടൻഷ്യൽ ഈ IPL പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ സഞ്ജുവിൽ നിന്ന് ഒരു മികച്ച ഇന്നിംഗ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോൾ റൺസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് ഈ സീസണിൽ ഇവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മികച്ച ഒരു തുടക്കം, ഒരു എക്സ്പ്ലോസീവായ തുടക്കം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിലും അവർക്ക് അത് തുടരാനാകുമോ? ഒരു ബ്രേക്കിന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പഴയ മൊമെന്റത്തിൽ തന്നെ തുടരാനാകുമോ എന്ന കാര്യമാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? രാജസ്ഥാൻ റോയൽസോ അതോ പഞ്ചാബ് കിങ്സോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.